Hello everyone, welcome to today's session. This is the third class of representation theory. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടേഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ റെഡ്യൂസിബിലിറ്റി ഓഫ് റെപ്രസെന്റേഷൻ ആണ്. സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊപ്പോസിഷൻ. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് എ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ടി ഉണ്ട്. ആൻഡ് ഈ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ ആണ് ഫൈ ഓഫ് എക്സ്. ആൻഡ് വി ഡിഫൈൻ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഹോൾഡ് ചെയ്യുക. ആദ്യത്തെ പ്രോപ്പർട്ടി ഇക്വാലന്റ് റെപ്രസെന്റേഷന് സെയിം ക്യാരക്ടർ ഉണ്ടാവും. സെക്കൻഡ് പ്രോപ്പർട്ടി എക്സും വൈയും കോൺജുഗേറ്റ് ഇൻ ചെയ്യുകയാണെങ്കിൽ അതിന് സെയിം ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൂഫാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ക്യാരക്ടർ എന്ന് ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് റീകലക്ട് ചെയ്ത് നോക്കൂ. എന്താണ് ക്യാരക്ടർ ഓഫ് എ റെപ്രസെന്റേഷൻ? Okay, so when you talk about the character of a representation, ഏതൊരു റെപ്രസെന്റേഷൻ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ എ ഓഫ് എക്സ് പറയാൻ പറ്റും. ആ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ട്രേസിനെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ആസ് ബൈ ഫൈ ഓഫ് എക്സ്. So phi of x equal to trace of a of x, where a of x is the matrix representation. Okay. So ഇത്രയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇക്വാലന്റ് റെപ്രസെന്റേഷൻസ് ആർ സെയിം ക്യാരക്ടർ. ഇക്വാലന്റ് representations have same character. ഓക്കെ, അപ്പൊ എന്താണ് ഇക്വാലന്റ് റെപ്രസെന്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് പറയാൻ പറ്റുന്നത്? ഇപ്പൊ രണ്ട് മെട്രിസസ് ഇക്വാലന്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇക്വാലന്റ് റെപ്രസെന്റേഷന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെയിം ആയിരിക്കും. സോ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഓഫ് എക്സ്. ഓക്കെ, ഇനി ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇക്വാലന്റ് റെപ്രസെന്റേഷൻ. ഇപ്പൊ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി. B of x can be written as T inverse A of x T. Okay, അപ്പൊ നമുക്ക് ഈ ലാംഡ മൈനസ് ബി ഓഫ് എക്സിനെ ലാംഡ ഐ മൈനസ് ബി ഓഫ് എക്സിനെ ലാംഡ ഐ മൈനസ് ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി ആണ്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് ബി ഓഫ് എക്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഇൻവേഴ്സ് ലാംഡ ഐ മൈനസ് എ ഓഫ് എക്സ് ടി എന്ന് എഴുതാം. ഇനി നമുക്ക് ഡിറ്റർമിനന്റിന്റെ സൈക്ലിക് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് ടി ഇൻവേഴ്സ് ഇൻടു ഡിറ്റർമിനന്റ് ഓഫ് lambda I minus A of x into determinant of t. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ്
T inverse എന്ന് പറയുന്നത് 1 by determinant of A T ആണ്. Determinant of T inverse equal to 1 by determinant of T ആണ്. So determinant of lambda I minus B of x. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? Determinant of T inverse into determinant of T into determinant of lambda I minus A of x. അങ്ങനെ ഡിറ്റർമിനന്റ് ഓഫ് ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 by determinant of T ആണ് into determinant of T into determinant of lambda I minus A of x. So which is equal to determinant of lambda I minus A of x. Determinant of lambda I minus A of x. So നമുക്ക് പറയാം ക്യാരക്ടർ എന്ന് പറയുന്നത് ബൈ ഡെഫിനേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ട്രേസ് ഓഫ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ഓഫ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്തു. ബട്ട് ആക്ച്വൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് minus lambda raised to m minus 1 in determinant of lambda I minus A of x. So applying this definition, നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് B of x ഉം A of x ഉം രണ്ട് മെട്രിക്സ് റെപ്രസെന്റേഷൻസ് എടുക്കുകയാണ്. ആൻഡ് ദേ ആർ ഈക്വാലന്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓർ ഡിറ്റർമിനന്റ് ഓഫ് lambda I minus B of x ഉം determinant of lambda I minus A of x ഉം ഇത് രണ്ടും എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ upon comparing the coefficients, so comparing the coefficients of minus lambda raised to m minus 1 നമുക്ക് കിട്ടും b11 of x plus b22 of x plus etc plus bmm of x, which is equal to a11 of x plus a22 of x plus etc plus amm of x. So b11 of x plus b22 of x etc plus bmm of x എന്ന് പറയുന്നത് phi of x ആണ്, which is equal to phi of y. So hence we can prove that trace of b of x equal to trace of a of x. അതുകൊണ്ട് തന്നെ b of x എന്ന് പറയുന്ന മെട്രിക്സ് റെപ്രസെന്റേഷനെയും a of x എന്ന് പറയുന്ന മെട്രിക്സ് റെപ്രസെന്റേഷനും സെയിം ക്യാരക്ടർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാം. നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് b of x എന്ന് പറയുന്നത് t ഇൻവേഴ്സ് b of x എന്ന് പറയുന്നത് t ഇൻവേഴ്സ് a of x t ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ I മൈനസ് b of x കൺസിഡർ ചെയ്യാം. അതിൽ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടീസ് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ I മൈനസ് b of x എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ I മൈനസ് a of x ആയിട്ട് കിട്ടും. ഈ രണ്ട് ഡിറ്റർമിനൻസും സെയിം ആയതുകൊണ്ട് തന്നെ മൈനസ് ലാംഡ റേസ് ടു എം മൈനസ് വണ്ണിന്റെ കോഎഫിഷ്യന്റും സെയിം ആയിരിക്കും. സോ അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത്രയാണ് ഈ ഒരു പ്രൂഫ് ഉള്ളത്. ഇനി നമ്മൾ അടുത്തത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എക്സ് ആൻഡ് വൈ ആർ ക്യാരക്ടേഴ്സ്. എക്സ് ആൻഡ് വൈ ആർ ക്യാരക്ടേഴ്സ് ഓഫ് ജി. ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടേഴ്സ് ആണ് എക്സും വൈ. സോറി, ക്യാരക്ടേഴ്സ് അല്ല, ഒരു ഗ്രൂപ്പിലെ രണ്ട് കോൺജുഗേറ്റ്സ് ആണ്. എക്സ് ആൻഡ് വൈ ആർ കോൺജുഗേറ്റ്സ് ഇൻ ജി.
ജിയിലുള്ള രണ്ട് കോൺജുഗേറ്റ്സ് ആണ് എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെയിം. സോ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇൻ ജി. ഒരു ഗ്രൂപ്പിലെ രണ്ട് എലമെന്റ്സ് കോൺജുഗേറ്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ക്യാൻ അപ്ലൈ ദി ഡെഫിനീഷൻ ഓഫ് കോൺജുഗേറ്റ്. എപ്പോഴാണ് നമ്മൾ ഗ്രൂപ്പിലെ രണ്ട് എലമെന്റ്സിനെ കോൺജുഗേറ്റ് ആണെന്ന് പറയുന്നത്? എപ്പോഴായിരിക്കും? എക്സും വൈയും കോൺജുഗേറ്റ് ആണെങ്കിൽ നമുക്ക് വൈനെ എങ്ങനെ എഴുതാം? ഒരു എലമെന്റിന് we can write one of the element y equal to t inverse xt. So x ഉം y ഉം കോൺജുഗേറ്റ് ആണെങ്കിൽ yനെ t inverse xt ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് a of y കണ്ടുപിടിക്കാം. a of y എന്തായിരിക്കും? a of t inverse xt which is equal to, നമ്മുടെ a of x ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. So a of t minus a of x into a of t. So which is equal to a of t minus എന്ന് പറയുന്നത് a of t the whole inverse into a of x into a of t. So which is equal to a of t whole inverse into a of t into a of x. So which is equal to a of x. So we can say that x ഉം y ഉം ഗ്രൂപ്പിലെ കോൺജുഗേറ്റ് എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും എന്ന് പറയണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എക്സും വൈയും കോൺജുഗേറ്റ് ആണ്. സോ അപ്ലൈയിങ് ഡെഫിനീഷൻ y can be written as t inverse xt. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ a of y ഈക്വൽ ടു a of x, അവരുടെ മെട്രിക്സ് റെപ്രസെന്റേഷൻ സെയിം ആണെന്ന് പറഞ്ഞു. ഇനി മെട്രിക്സ് റെപ്രസെന്റേഷൻ സെയിം ആണെങ്കിൽ ഇതിന്റെ ട്രേസും ഈക്വൽ ആയിരിക്കും. ട്രേസ് ഓഫ് a of y ഈക്വൽ ടു ട്രേസ് ഓഫ് a of x. a of yന്റെ ട്രേസ് എന്ന് പറയുന്നത് a of xനോട് ഈക്വൽ ആണ്. സോ ഈ ട്രേസ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ക്യാരക്ടർ. സോ വി ക്യാൻ സേ ദാറ്റ് phi of y ഈക്വൽ ടു phi of x. Phi of y equal to phi of x. അപ്പൊ നമ്മൾ എപ്പോഴും കോൺജുഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ് ഫംഗ്ഷൻ പറയാം അല്ലെ. അപ്പോ കോൺജുഗേറ്റ് എലമെന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടാവും? ഒരേ ക്ലാസ്സിലെ എലമെന്റ്സ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ എവറി റെപ്രസെന്റേഷൻ the character is constant. The character is constant throughout each conjugacy class. ഏത് കോൺജുഗേസി ക്ലാസ് എടുത്താലും അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം നമ്മളുടെ ക്യാരക്ടർ ഫൈ എന്ന് പറയുന്നത് is a class function of G. നമ്മളുടെ ക്യാരക്ടർ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പിനെ എന്ത് ചെയ്യും? കോൺജുഗേറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫൈ അഥവാ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ ഒരു ക്ലാസ് ഫംഗ്ഷൻ ആയിട്ട് പറയാം. ഇത്രയാണ് നമ്മളുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ളത്. ഒരു മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ട്രേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈക്വാലന്റ് മെട്രിക്സ് റെപ്രസെന്റേഷന് സെയിം ക്യാരക്ടർ ആയിരിക്കും. അതേപോലെ കോൺജുഗേറ്റ് എലമെന്റ്സിനും സെയിം ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് റെഡ്യൂസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ആണ്. നമ്മൾ ഓൾറെഡി ആൾജിബ്രയിലും ഒക്കെ എന്താണ് ഒരു
റെഡ്യൂസിബിൾ പോളിനോമിയൽ, എപ്പോഴാണ് നമ്മളൊരു പോളിനോമിയലിനെ റെഡ്യൂസിബിൾ എന്ന് പറയുക എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ പോളിനോമിയൽസിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ റെഡ്യൂസിബിലിറ്റി എങ്ങനെയാണ് പറയാം? ഇപ്പോൾ ഇഫ് യു ആർ ഗിവൺ വിത്ത് എക്സ് മൈനസ് 2 ക്യൂ എന്ന് പറയുന്ന ഒരു സ്പേസ് എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് റെഡ്യൂസിബിൾ ആണെന്ന് പറയാം. കാരണം നമുക്ക് അതിനെ ഒരു റാഷണൽ പോളിനോമിയൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് മൈനസ് 2 ഈസ് റെഡ്യൂസിബിൾ ഇൻ ക്യൂ എന്ന് പറയാം. ഇനി ഇതിന് പകരം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുക്കാമെന്ന് വിചാരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ആൻഡ് നമ്മൾ റിയൽ നമ്പേഴ്സിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോളിനോമിയലിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് ഐ ആണ്. അപ്പൊ ഈ പ്ലസ് ഓ മൈനസ് ഐ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? റിയൽ നമ്പറിൽ ഉണ്ടാവണം. പക്ഷെ അത് റിയൽ നമ്പറിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? ഈ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഇറെഡ്യൂസിബിൾ ഓൺ ആർ. നമ്മൾ ഏത് ഫീൽഡാണോ എടുക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ അതിന്റെ റൂട്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഇറെഡ്യൂസിബിൾ ആണെന്ന് പറയും. സോ ഇവിടെ നമ്മളുടെ കയ്യിലുള്ളത് ജി മൊഡ്യൂൾസ് ആണ്. ഈ ജി മൊഡ്യൂളിന്റെ ഇറെഡ്യൂസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് എന്ത് പറയാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇറെഡ്യൂസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് സബ് മൊഡ്യൂൾ എന്ന് നോക്കാം. നമ്മൾക്ക് ഒരു വെക്റ്റർ സ്പേസ് എന്താണെന്ന് അറിയാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സബ് സ്പേസ് എന്നാണ്. അതേപോലെ തന്നെയാണ് ഒരു സബ് മൊഡ്യൂൾ. അതിനായിട്ട് നമ്മളുടെ കയ്യിൽ ആദ്യം ഒരു ജി മൊഡ്യൂൾ വേണം. സോ വി എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ഓവർ കെ ആണ്. വി എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ഓവർ കെ ആണ്. യു എന്ന് പറയുന്നത് ഒരു സബ് മൊഡ്യൂൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ് മൊഡ്യൂൾ ഓവർ കെ, യു എന്ന് പറയുന്നത് സബ് മൊഡ്യൂൾ ഓവർ കെ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് യു ഇസ് കണ്ടെയ്ൻഡ് ഇൻ വി. യു ഇസ് കണ്ടെയ്ൻഡ് ഇൻ വി ആൻഡ് യു കണ്ടെയ്ൻഡ് ഇൻ വി. വി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വെക്റ്റർ സ്പേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ യുവും എന്തായിരിക്കണം? ഒരു സബ് സ്പേസ് ആയിരിക്കണം. സോ യു ഒരു സബ് മൊഡ്യൂൾ ആവണം എന്നുണ്ടെങ്കിൽ അത് ആദ്യം വിന്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് യു ഒരു ജി മൊഡ്യൂൾ ആണ്. യു ഇസ് എ ജി മൊഡ്യൂൾ. അപ്പോൾ യു എന്ന് പറഞ്ഞൊരു സബ് സ്പേസ് ആയിരിക്കും. യു തന്നെ ഒരു ജി മൊഡ്യൂൾ ആയിരിക്കും. അപ്പൊ അതിനെ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് യു എക്സ് എലമെന്റ് ഓഫ് യു for all u element of u and for all x element of v. വെക്ടർ സ്പേസിലെ ഏതൊരു എലമെന്റ് എടുത്ത് നിങ്ങൾ ഈ യുവിലെ എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും യു എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? നമ്മളുടെ ക്യാപിറ്റൽ യുവിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് എ സബ് മൊഡ്യൂൾ. സബ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ സബ് സ്പേസിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. അത് ഒരു സബ് സ്പേസ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ. നിങ്ങൾ യുവിലെ ഏതൊരു എലമെന്റ് എടുത്ത് അതിനെ നമ്മൾ വെക്ടർ സ്പേസിൽ ഒരു എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന എലമെന്റും എവിടെ ഉണ്ടാവണം? യുവിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ യു കോൾ ദിസ് പെർട്ടിക്കുലർ ജി മൊഡ്യൂൾ പെർട്ടിക്കുലർ സബ് സ്പേസ് ഓഫ് വി ആസ് എ സബ് മൊഡ്യൂൾ. ഇനി നമുക്ക് ഏതൊരു ജി മൊഡ്യൂൾ എടുത്താലും നമുക്ക് ഉറപ്പായിട്ടും ഒരു സബ് മൊഡ്യൂൾ പറയാൻ പറ്റും. ദാറ്റ് ഈസ് സെറ്റ് 0 അല്ലെ? ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ് സ്പേസ് ആണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മളുടെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 0 into x എന്ന് പറഞ്ഞിട്ട് 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ജി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ട്രിവിയൽ മാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രിവിയൽ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ് മൊഡ്യൂൾ. ഇനി ഈ സബ് മൊഡ്യൂളിനൊക്കെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇനി ഇതിന്റെ മൊഡ്യൂൾ ഒരു ജി മൊഡ്യൂൾ എപ്പോഴാണ് റെഡ്യൂസിബിൾ എന്ന് പറയുക എന്നാണ് നോക്കാൻ പോകുന്നത്. സോ എ നോൺ ട്രിവിയൽ
ഇനി നമുക്കറിയാം ഏതൊരു നോൺ ട്രിവിയൽ സബ് മോഡ്യൂളിനെയും നമുക്ക് എന്താ പറയുക അതിനൊരു പ്രോപ്പർ സബ് മോഡ്യൂൾ ആയിട്ട് പറയാം. സോ എ നോൺ ട്രിവിയൽ സബ് മോഡ്യൂൾ submodule is also called non-trivial submodule നമുക്ക് എന്താ പറയാം is also called a proper submodule. Is also called a proper submodule. And this is the particular definition of reducibility. So a G module is said to be reducible over K. Reducible over K. If it possesses a proper submodule. Otherwise, it is said to be irreducible over K. It is said to be irreducible over K. ഒരു നോൺ ട്രിവിയൽ സബ് മൊഡ്യൂൾ അതിനൊരു പ്രോപ്പർ സബ് മൊഡ്യൂൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ സോ ഒരു നോൺ ട്രിവിയൽ സബ് മൊഡ്യൂളിനെ നമുക്കൊരു പ്രോപ്പർ സബ് മൊഡ്യൂളും എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഒരു ജി മൊഡ്യൂളിനെ നമുക്ക് റെഡ്യൂസിബിൾ ഓവർ കെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവണം ഒരു പ്രോപ്പർ സബ് മൊഡ്യൂൾ ഉണ്ടാവണം. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ അതിനെ ഇറിഡ്യൂസിബിൾ ഓവർ കെ എന്ന് പറയും. നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റെഡ്യൂസിബിലിറ്റിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ പറയണം. റെഡ്യൂസിബിലിറ്റി നമ്മള് ജി മോഡ്യൂളിന്റെ കേസിൽ പറഞ്ഞ് ആ ഒരു റെഡ്യൂസിബിലിറ്റിയുടെ കൺസെപ്റ്റ് നമ്മൾ മെട്രിക്സ് ഫോമിൽ പറയാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു ജി മൊഡ്യൂൾ എടുത്തു ഓഫ് ഡയമെൻഷൻ m. ഇനി ഇതിന്റെ ഒരു സബ് മൊഡ്യൂൾ ആണ് യു എന്ന് പറയുന്നത് ഒരു സബ് മൊഡ്യൂൾ ആണ് ഓഫ് ഡയമെൻഷൻ r. യു എന്ന് പറയുന്നത് സബ് മൊഡ്യൂൾ ഓഫ് ഡയമെൻഷൻ r. 0 ലെസ് ദാൻ r ലെസ് ദാൻ n. അങ്ങനെയാണെങ്കിൽ ഈ എ ഓഫ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് റിപ്രസെന്റേഷൻ എന്തായിരിക്കും? നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ വെക്ടർ പി ഐ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പി ഐ ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to m എ ഐ ജെ ഓഫ് എക്സ് പി ജെ where I is equal to 1, 2, 3, etc. m. It is afforded by the relative to the basis v is equal to vector p1, vector p2, vector p3, etc. vector pn. അതായത് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ബേസിസ് എലമെന്റ്സ് ആണ് p1, p2, etc. pm എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റിപ്രസെന്റേഷൻ നമുക്ക് പി ഐ ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to m എ ഐ ജെ ഓഫ് എക്സ് എന്ന് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും. എ ഐ ജെ ഓഫ് എക്സ് പി ജെ എന്ന് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യു എന്ന് പറയുന്നത് ഒരു സബ് മൊഡ്യൂൾ ആണ്. അപ്പൊ നമ്മൾ വെക്ടർ സ്പേസിൽ അതേ കൺസെപ്റ്റ് തന്നെയാണ്
യു എന്ന് പറയുന്നത് ഒരു സബ് മൊഡ്യൂൾ ആയതുകൊണ്ട് അതിലെ എലമെന്റ്സ് U1, U2 എക്സെട്ര UR ആയിട്ട് എടുക്കാം. ഇനി യു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബേസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആൻഡ് യു സബ്സ്പേസ് ഓഫ് വി ആണ്. സോ വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് പെർട്ടിക്കുലർ ബേസിസ് ഓഫ് യു ടു എ ബേസിസ് ഓഫ് വി. അപ്പൊ നമുക്ക് വിനെ എങ്ങനെ എഴുതാം? U1, U2, vector U1, vector U2, etc. Vector UR W1, W2, etc. WS ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിനൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. When you have the matrix B of x equal to T inverse A of x T. രണ്ട് ഇക്വാലന്റ് റെപ്രസെന്റേഷൻസ് ആണെങ്കിൽ അത് തമ്മിലുള്ള മെട്രിക്സ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് യു എന്ന് പറയുന്നത് ജി മൊഡ്യൂൾ ആയതുകൊണ്ട് യു എന്ന് പറയുന്ന ഒരു ജി മൊഡ്യൂൾ ആണ്. യു എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ആണ്. ആൻഡ് UI X എന്ന് പറയുന്നത് യുവിലെ എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ UI Xനെ നമുക്ക് എന്ത് ചെയ്യാം, യുവിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. So J is equal to 1 to R Cij of X Uj ആയിട്ട് എഴുതാം. Where Cij of X element of K. Okay. സോ അപ്പൊ നമുക്ക് UI Xനെ UIകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബേസിസിൽ U1, U2, എക്സെട്ര UR മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് കിട്ടി. ഇനി W1, W2, എക്സെട്ര WS ആണ് നോക്കുന്നത്. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, R+S എന്ന് പറയുന്നത് M ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്തായിരിക്കും? WHX. WHX എന്ന് പറയുന്നത് ബിയിലെ ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബിന്റെ ഒരു ബേസിസ് ആണ് U1, U2, എക്സെട്ര UR. ആൻഡ് W1, W2, എക്സെട്ര WS. അതുകൊണ്ട് തന്നെ WH ഇൻറ്റു എക്സ് അതിന് നമുക്ക് UIകളുടെയും Wന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. സോ WH of X equal to sigma J is equal to 1 to R EHJ of X into UJ plus sigma K is equal to 1 to S DHK of X into WK ആയിട്ട് ഡിനോട്ട് ചെയ്യാം. നമുക്ക് ഇതിനെ സിക്സ്ത് ഇക്വേഷൻ ആയിട്ട് വിളിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ B of X എന്ന് പറയുന്നത് എന്തായിരുന്നു? T inverse A of X T. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെന്റേഷൻ നമുക്ക് C of X 0, C of X O, E of X, D of X എന്നുള്ള രീതിയിൽ എഴുതും. C of X എന്ന് പറയുന്നത് എന്താണ്? UI Xന്റെ കോഎഫിഷ്യൻസ് ആണ്. E of X എന്ന് പറയുന്നത് നമ്മൾ WH of Xനെ UIകളുടെയും Wന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. അപ്പൊ അതില് ഈ WH Xന്റെ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ E of X അതേപോലെ D of X എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. C of X എന്ന് പറയുമ്പോൾ അതിന്റെ ഓർഡർ R ക്രോസ് R ആയിരിക്കും. E of X എന്ന് പറയുമ്പോൾ M ക്രോസ് R ആയിരിക്കും. ആൻഡ് D of X എന്ന് പറയുമ്പോൾ ഇറ്റ് വുഡ് ബി M ക്രോസ് M R ആയിരിക്കും. M ക്രോസ് R ആയിരിക്കും. ആൻഡ് ഈ ടോട്ടൽ മെട്രിക്സ് ഒരു M ബൈ M മെട്രിക്സ് ആണ്.
ഇനിയാണ് നമ്മൾ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ റെഡ്യൂസിബിലിറ്റിയെ കുറിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ റെഡ്യൂസിബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, സോ എ ഓഫ് എക്സ് ഈസ് റെഡ്യൂസിബിൾ, എ ഓഫ് എക്സ് ഇസ് reducible if there exists a non-singular matrix, there exists a non-singular matrix T over K such that T over K such that B of x equal to T inverse A of x T, which is equal to C of x 0, E of x, B of x. ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ റിഡ്യൂസിബിൾ ഓവർ കെ ആണ് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു നോൺ സിംഗുലർ മെട്രിക്സ് ടി കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ബി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി, വിച്ച് ഇസ് ഈക്വൽ ടു സി ഓഫ് എക്സ് 0, ഇ ഓഫ് എക്സ്, ഡി ഓഫ് എക്സ്. ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം. അതായത് ബി ഓഫ് എക്സ് വൈ ഈക്വൽ ടു B of xy equal to B of x into B of y. So applying this property, corresponding matrix എന്ന് പറയുന്നത് C of xy 0, E of xy, D of xy, which is equal to C of x 0, E of x, D of x into C of y 0, E of y, D of y. നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ ഈ സി ഓഫ് എക്സ് സി ഓഫ് വൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 0 ആണ് ബാക്കി ടേം വരുന്നത്. ഇത് നമുക്ക് സി ഓഫ് എക്സ് സി ഓഫ് വൈ ഇവിടെ നമുക്ക് സി ഓഫ് എക്സ് ഇ ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് ഇ ഓഫ് വൈ എന്ന് കിട്ടും. 0 ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ടേം എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് ഡി ഓഫ് വൈ ആയിരിക്കും. ഒന്നുകൂടെ എഴുതാം. ബി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ബി ഓഫ് എക്സ് ഇൻറ്റു ബി ഓഫ് വൈ ആണ്. സോ ഇതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് സി ഓഫ് എക്സ് 0, ഇ ഓഫ് എക്സ്, ഡി ഓഫ് എക്സ്, which is equal to C of x 0, E of x, D of x. ഇതിന് C of y 0, E of y, D of y. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് C of x y എന്ന് പറയുന്നത് C of x into C of y, D of x എന്ന് പറയുന്നത് D of x into D of y, E of xy equal to C of y into E of x plus D of x into E of y. ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സിയും ഡിയും മെട്രിക്സ് റെപ്രസെന്റേഷൻസ് ആണ്. സിയും ഡിയും മെട്രിക്സ് റെപ്രസെന്റേഷൻസ്, സിയും ഡിയും മെട്രിക്സ് റെപ്രസെന്റേഷൻസ് ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതായത് നമുക്കിപ്പോൾ സിയും ഡിയും മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. ഇനി നമ്മൾ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്
ഒരു ജി മൊഡ്യൂൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം. ഈ ജി മൊഡ്യൂൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ കോഷ്യൻ സ്പേസ് ആയിട്ടുള്ള ബി ബൈ യു ആണ് കൺസിഡർ ചെയ്യുന്നത്. യു സബ് മൊഡ്യൂൾ ആണ്, ബി എന്ന് പറയുന്നത് നമ്മളുടെ ജി മൊഡ്യൂൾ ആണ്. ഇതിലെ എലമെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? യു പ്ലസ് ബി വൺ, യു പ്ലസ് ബി ടു എന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിന് തമ്മിലുള്ള ഓപ്പറേഷൻസ് എന്നായിരിക്കും? ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വി ഡിഫൈൻ ഇറ്റ് ആസ് യു പ്ലസ് ബി വൺ പ്ലസ് ബി ടു. അതേപോലെ എച്ച് ഇൻറ്റു യു പ്ലസ് ബി എന്ന് പറയുന്നത് യു പ്ലസ് എച്ച് പി ആയിരിക്കും, വിത്ത് എച്ച് എലമെന്റ് ഓഫ് കെ. സോ നമ്മളുടെ മാപ്പ് പൈ എന്ന് പറയുന്നത് വി ഡിഫൈൻ ദ മാപ്പ് പൈ ഫ്രം ബി ടു ബി ബൈ യു. ബി ഒരു ജി മൊഡ്യൂൾ ആണ്, അതിന്റെ സബ് മൊഡ്യൂൾ ആണ് യു. അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്നും ബി ബൈ യുയിലേക്കുള്ള മാപ്പാണ് പൈ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ദിസ് പെർട്ടിക്കുലർ പൈ ആസ് വി പൈ ഈക്വൽ ടു യു പ്ലസ് ബി. വി പൈ ഈക്വൽ ടു യു പ്ലസ് ബി. സോ അപ്പൊ നമുക്ക് ഇവിടെ പറയാം v1 pi plus v2 pi, which will be equal to v1 plus v2 pi, and h into u plus v equal to u plus hv, which implies h into v pi equal to hv into pi. So which implies that pi is a homomorphism. So pi is a homomorphism. So we can write it as h1 v1 plus h2 v2 into pi, which is equal to h1 into v1 pi plus h2 into v2 pi, where h1 h2 element of k. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു സ്പേസിന്റെ കേർണൽ എന്നുള്ളതാണ്. സോ കേർണൽ ഓഫ് പൈ ഇൻ യു എന്ന് പറയുന്നത് is the zero element of v by u. നമ്മൾ v by u എന്ന് പറയുന്ന ആ ഒരു കോസെറ്റിന്റെ സീറോ എലമെന്റ് ഏതാണ് അതായിരിക്കും ഇതിന്റെ കേർണലിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ വി ബൈ യുവിലെ എലമെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും, ഇതിന്റെ ബേസിസ് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മള് കൺസിഡർ ചെയ്യുന്നത് ഈ വി ബൈ യുവിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് we want to prove that the elements of v by u equal to w1 pi, w2 pi, etc. wn pi. ഈ w1 w2 ഒക്കെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത അത് തന്നെയാണ്. സോ നമുക്കറിയാം ഏതൊരു വെക്ടർ വി എടുത്താലും അതിന് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to r ai ui plus sigma j is equal to 1 to s bj wg. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി പൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ യു ഐ എന്ന് പറയുന്നത് കേർണൽ എലമെന്റ്സ് ആണ്. യു ഐ എന്ന് പറയുന്നത് കേർണൽ എലമെന്റ്സ് ആണ്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ 0 ആയിപ്പോവും. സോ സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to s ബി ജെ ഡബ്ല്യു ജെ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ബി ജെ ഡബ്ല്യു ജെ പൈ. നമുക്ക് ഇതിനെ ഒന്നുകൂടി സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to s ബി ജെ ഡബ്ല്യു ജെ പൈ എന്ന് എഴുതും. ബി ജെ ഡബ്ല്യു ജെ പൈ.
അപ്പൊ നമുക്ക് വി ബൈ, അതായത് വി ബൈ യുവിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് നമ്മളുടെ ഡബ്ല്യു ജെ ഫൈന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഷെയർ ചെയ്യും ക്വസ്റ്റ്യൻ എഴുതുന്നു. രണ്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Let V be a G module. Let V be a G module. And U be a submodule of V. Show that V by U is a G module. V by U is a G module with the action given by U plus V into X equal to U plus Vx for all X element of G. V എന്ന് പറയുന്നത് ഒരു G മൊഡ്യൂൾ ആണ്. U എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ് മൊഡ്യൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ V by U എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ G മൊഡ്യൂൾ വിത്ത് ആക്ഷൻ ഗിവൺ ബൈ U plus V into X equal to U plus Vx എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. നമ്മളൊരു 1 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം എങ്ങനെയായിരിക്കും നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2023 ക്വസ്റ്റ്യൻ ആണ്. PYQ ആണ് for 2 marks. PYQ for 2 marks. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രൂഫിലോട്ട് പോവാം. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് U plus V into X equal to U plus Vx. നമ്മളിത് ചുമ്മാ അങ്ങനെ ഡിഫൈൻ ചെയ്താൽ പോരാ, ഇത് വെൽ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കണം. അപ്പൊ ഇത് എങ്ങനെയാണ് വെൽ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ക് പകരം U plus V എന്ന് പറയുന്ന എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വിക്ക് പകരം U plus V എടുക്കുകയാണെങ്കിൽ നമ്മൾ RHS എന്ന് പറയുന്നത് എന്തായിരിക്കും? U plus V into X. ഇതിന് നമുക്ക് U plus UX plus VX എന്ന് എഴുതാം. ഇനി UX എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എലമെന്റ് ഓഫ് U. എന്തുകൊണ്ടാണ്? U is a submodule. So it can be written as U plus Vx. So we can say that it is well defined. Okay, this particular rule is well defined. ഈ റൂൾ എന്ന് പറയുന്നത് is well defined എന്ന് പറയും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് G മൊഡ്യൂൾ ആണെന്ന് നമുക്ക് കാണിക്കണം. സോ U plus V into X എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് U plus Vx ആൻഡ് ഇതെന്ന് പറയുന്നത് V by Uലെ എലമെന്റ് ആണ്. റീസൺ എന്താണ്? V is a G module. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി അതിന്റെ ലീനിയാരിറ്റി ആണ്. ദറ്റ് ഈസ് H into U plus V plus K into U plus W into X എന്ന് പറയുന്നത് you can operate it as
കിട്ടുന്നത് എച്ചിന്റെ യു പ്ലസ് വി. നമ്മൾ നേരത്തെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എച്ചിന്റെ യു പ്ലസ് വി ഇറ്റ് ഇസ് നത്തിങ് ബട്ട് യു പ്ലസ് എച്ച് പി പ്ലസ് യു പ്ലസ് ഡബ്ല്യു കെ. നമുക്ക് ഇതിനെ ഒരു എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് യു എക്സ് പ്ലസ് എച്ച് പി എക്സ് പ്ലസ് യു എക്സ് പ്ലസ് ഡബ്ല്യു കെ എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ യു എക്സ് എന്ന് പറയുന്നത് യുവിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ യു പ്ലസ് എച്ച് പി എക്സ് ആൻഡ് കെ ഡബ്ല്യു എക്സ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? യു പ്ലസ് എച്ച് പി എക്സ് പ്ലസ് യു പ്ലസ് ഡബ്ല്യു കെ എക്സ്. സോ ഇത് രണ്ടിലും നിങ്ങൾക്ക് എച്ച് ഇൻറ്റു യു പ്ലസ് പി ഇൻറ്റു എക്സ് പ്ലസ് കെ ഇൻറ്റു യു പ്ലസ് ഡബ്ല്യു എക്സ് എന്ന് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു യു പ്ലസ് പി എക്സ് പ്ലസ് കെ ഇൻറ്റു യു പ്ലസ് ഡബ്ല്യു എക്സ്. പ്ലസ് ഡബ്ല്യു ഇൻറ്റു എക്സ്. നമ്മളുടെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് യു പ്ലസ് പി ഇൻറ്റു എക്സ് വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു പ്ലസ് വി എക്സ് വൈ. സോ വിച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി എക്സ് വൈ. സോ വിച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി എക്സ് ഇൻറ്റു വൈ. തേർഡ് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഫോർത്ത് കണ്ടീഷൻ പറയുന്നത് യു പ്ലസ് പി ഡോട്ട് വൺ ഈക്വൽ ടു യു പ്ലസ് ബി ഡോട്ട് വൺ. യു പ്ലസ് ബി ഡോട്ട് വൺ ഇറ്റ്സ് ഈക്വൽ ടു യു പ്ലസ് ബി. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് പൈ commutes the action of G. Pi commutes with the action of G. ഇനി നമുക്ക് ഇതിനെ നമ്മളുടെ പൈനെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ വാട്ട് യു ഹാവ് ഹിയർ ഇസ് ഡബ്ല്യു എച്ച് എക്സ് ഇൻറ്റു പൈ which is equal to sigma j is equal to 1 to r ehj x. ehj x into pi uj of pi plus sigma j is equal to k is equal to 1 to s dnk of x into pi into wk. ഇനി ഇതിൽ ഈ ഇ ജെ ഓഫ് എക്സ് ഇൻറ്റു പൈ എടുക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡബ്ല്യു എച്ച് പൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 ടു എസ് ഡി എൻ കെ ഓഫ് എക്സ് ഇൻറ്റു ഡബ്ല്യു കെ പൈ ആണ്. അപ്പൊ നമുക്ക് പറയാം this particular G module V by U affords the representation of D of X. So V by U affords the matrix representation D of X related to the basis ഓക്കെ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് സമ്മറൈസ് ചെയ്യാൻ നമ്മൾ ആദ്യം ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു പ്രപ്പോസിഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. എ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഫൈ ഓഫ് എക്സ്.
which is equal to ആ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ട്രേസ് എന്താണോ അത് തന്നെയാണ്. In other words, what you can say is determinant of a minus lambda I minus a of x എടുക്കുകയാണെങ്കിൽ അതിൽ മൈനസ് ലാംഡ റേസ് ടു എം മൈനസ് വണ്ണിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഇനി ഇതിന്റെ രണ്ട് പ്രൊപ്പോസിഷൻസ് പറയുന്നത് ഏതൊരു ഈക്വാലന്റ് റെപ്രസെന്റേഷൻ എടുത്താലും അതിന് സെയിം ക്യാരക്ടർ ആയിരിക്കും. എക്സും വൈയും കോൺജുഗേറ്റ് ആണെങ്കിൽ അതിന് സെയിം ക്യാരക്ടർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കി മെട്രിക്സ് റെപ്രസെന്റേഷൻ ഇക്വാലന്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ I മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ I മൈനസ് എ ഓഫ് എക്സ്. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് മൈനസ് ലാംഡ റേസ് ടു എം മൈനസ് വണ്ണിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്തപ്പോൾ വി ഗോട്ട് ഇറ്റ് ആസ് ദ ട്രേസ് ഓഫ് ബി ഓഫ് എക്സ് ആൻഡ് എ ഓഫ് എക്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ് റെഡ്യൂസിബിലിറ്റി. റെഡ്യൂസിബിലിറ്റി നമ്മൾ പറയുന്നതിന് മുമ്പ് അത് എന്താണ് സബ് മൊഡ്യൂൾ എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. അപ്പൊ വി എന്ന് പറയുന്നത് ഒരു ജി മൊഡ്യൂൾ ഓവർ കെ ആണ്. യു ഒരു സബ് മൊഡ്യൂൾ ആണെന്ന് പറയണമെങ്കിൽ യു ആദ്യം വിന്റെ ഒരു സബ് സ്പേസ് ആയിരിക്കണം. അതേപോലെ തന്നെ യു ഒരു ജി മൊഡ്യൂൾ ആണെങ്കിൽ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ യു എക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം സച്ച് ദാറ്റ് യു ഇസ് ഈക്വൽ ടു വി ആൻഡ് യു ഇസ് ഈക്വൽ ടു 0 ഈക്വൽ ടു സെറ്റ് 0. അത് നമ്മളുടെ ട്രിവിയൽ സബ് മൊഡ്യൂൾസ് ആണ്. And next we discussed about the reducibility of the G module. ഒരു G moduleന് reducible over K ആണെന്ന് പറയണമെങ്കിൽ അതിനൊരു പ്രോപ്പർ സബ് മൊഡ്യൂൾ വേണം. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ അതിനെ ഇറെഡ്യൂസിബിൾ ആണെന്ന് പറയും. അപ്പൊ എന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചൊരു കാര്യമായിരുന്നു ദാറ്റ് ഈസ് നമ്മൾ വി ബൈ യു എന്ന് പറയുന്ന ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ്, വി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളും യു എന്ന് പറയുന്ന അതിൻ്റെ ഒരു സബ് മൊഡ്യൂൾ ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വി ബൈ യു എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ജി മൊഡ്യൂൾ ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വി ഹാവ് ഡിഫൈൻഡ് ദിസ് പെർട്ടിക്കുലർ ആക്ഷൻ. വി ബൈ യു ഒരു ജി മൊഡ്യൂൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി യു പ്ലസ് പി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് യു പ്ലസ് പി എക്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. ആദ്യം നമ്മൾ ചെയ്തത് ഈ ഓപ്പറേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. യുവും വിയും യുവിൽ ആർബിട്രറി വെക്ടർ ആണ്. അപ്പൊ യു പ്ലസ് പി എന്നാവും. ഇനി യു പ്ലസ് വി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത് യു എക്സ് പ്ലസ് പി എക്സ് ആണ്. യു എക്സ് യുവിലെ എലമെന്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് യു പ്ലസ് വി എക്സ്. ആൻഡ് നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് യു പ്ലസ് പി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് യു പ്ലസ് വി എക്സ് ആൻഡ് യു പ്ലസ് പി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ബി മൈനസ് യുവിലെ എലമെന്റ് ആണ്. പിന്നെ അടുത്തത് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഇതിനെ ഡിഫൈൻ ചെയ്തു. എച്ച് ഇൻറ്റു യു പ്ലസ് പി പ്ലസ് കെ ഇൻറ്റു യു പ്ലസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ഈക്വൽ ടു വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ടു ബി h into u plus vx plus k into u plus wx. Then we define the homomorphism property. Homomorphism property എന്താ പറയുന്നത്? u plus v of xy equal to u plus v of xy which is equal to u plus vx into y which is equal to u plus v into x into y. And u plus v into 1 എന്ന് പറയുന്നത് u plus v1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, p by യുവിനെ ഒരു g മൊഡ്യൂൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. p by u is a g മൊഡ്യൂൾ. ആൻഡ് ഇതിന് നമുക്കൊരു മാപ്പ് യൂസ് ചെയ്ത് പൈ യൂസ് ചെയ്ത് ദറ്റ് ഇസ് വി ആർ മേക്കിംഗ് യൂസ് ദിസ് പെർട്ടിക്കുലർ പൈ ടു ആക്ട് ഓൺ ദ ഗ്രൂപ്പ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? യു എന്ന് പറയുന്ന ഒരു സബ് മൊഡ്യൂൾ ആണ്. ഇതിന്റെ ബേസിസിനെ വിന്റെ മൊഡ്യൂളായി ജി മൊഡ്യൂളായിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വി പ്രൂവ് ദാറ്റ് ദ ജി മൊഡ്യൂൾ വി ബൈ യു അഫോർഡ്സ് ദ മേക്കപ്പ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഡി ഓഫ് എക്സ് റിലേറ്റീവ് ടു ദ ബേസിസ്. ഈ ഒരു പ്രൂഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്.
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്യാരക്ടറിന്റെ ഒരു പ്രപ്പോസിഷൻ, എന്താണ് റെഡ്യൂസിബിലിറ്റി, ആൻഡ് ജി ഒരു എന്താണ് സബ് മൊഡ്യൂൾ എന്ന് ഡിസ്കസ് ചെയ്തു. ജി എന്ന് പറയുന്നത് ഒരു മൊഡ്യൂൾ ആണെങ്കിൽ, നമ്മളൊരു ജി മൊഡ്യൂൾ വി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സബ് മൊഡ്യൂൾ യു എടുക്കുമ്പോൾ വി ബൈ യു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അഗെയിൻ എ ജി മൊഡ്യൂൾ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. So hope you understood. If not, you can share your concerns. We will discuss. Okay. So that's all for today. Thank you.